ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ജിം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത്. ഇനിയിപ്പോ ഇത് കണ്ടിട്ട് കുറെ ആൾക്കാർ വിളിക്കായിരിക്കില്ല, വിളിക്കുമായിരിക്കും. വിളിക്കുകയാണെങ്കിൽ അതെ, ഇതുവരെ നമ്മൾ ജിം ഇനാഗ്രേഷന് പോയിട്ടില്ല. എണ്ണീട്ടില്ല, അതുകൊണ്ട് അറിയില്ല. ആവോ? താങ്ക് യു. ഇപ്പൊ ഇന്നലെ ട്രെയിലറും ഇതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഭയങ്കര നല്ല ആൾക്കാരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അതിൽ ഒത്തിരി സന്തോഷം. കാരണം ഇന്നലെ നമ്മുടെ ട്രെയിലറും ഓഡിയോ ലോഞ്ചിലും കാണാൻ വന്ന എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു. അതിൽ ഒത്തിരി സന്തോഷം. മൂവിക്കും അതുപോലെ തന്നെ നല്ല റെസ്പോൺസ് കിട്ടുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഭയങ്കര രസകരമായൊരു ദിവസമായിരുന്നു. കാരണം രാവിലെ തൊട്ട് നമുക്ക് പ്രസ് മീറ്റ്, ഇൻ്റർവ്യൂ, ഓഡിയോ, അതുപോലെ തന്നെ ട്രെയിലർ ലോഞ്ച്. പ്രസ് മീറ്റിൽ നിങ്ങളെല്ലാവരും വന്നതിന്, ഇവിടെയുള്ള മിക്ക ചേട്ടന്മാരും ഉണ്ടായിരുന്നു. വന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങളെല്ലാവരും മൂവി കാണാൻ ഫസ്റ്റ് ഡേ ഉണ്ടാവൂലേ? ഉണ്ടാകോ? എന്തായാലും റിലീസ് ഡേറ്റ് 27 ഉണ്ടാകണം. അപ്പോൾ നിങ്ങളെല്ലാവരും വരണം. നിങ്ങളെല്ലാവരും ഫസ്റ്റ് ഷോയ്ക്ക് ഉണ്ടാകണം. നിങ്ങളുടെ റെസ്പോൺസാണ് ഞങ്ങൾക്ക് എപ്പോഴും വേണ്ടത്. ഇന്നലെ വന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. അപ്പം ധ്യാൻ ചേട്ടൻ്റെ കൂടെ ഇന്നലെ ഇന്ന് വന്നതിന് നന്ദിയുണ്ട്. പക്ഷെ ഇന്നലെയാണല്ലോ കുറച്ചും കൂടെ നമുക്ക് ഒരു പ്രത്യേക ദിവസം. ഫുൾ കല്യാണവരം ഫാമിലിക്കും ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. ഇന്നലെ നമ്മൾ 2 ഇൻ്റർവ്യൂ പോയിരുന്നു ധ്യാൻ ചേട്ടൻ്റെ കൂടെ. എല്ലാം എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ടവരുടെ കൂടെയാണ് ആ സ്റ്റേജ് പങ്കിട്ടത്. സോ അതിൽ ഒത്തിരി സന്തോഷം. ഈ ധ്യാൻ ചേട്ടൻ ഇന്നലെ പറയണ്ടേ അല്ലേ, ദേവുവിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യമായിട്ട് കരുതുന്നു, ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിരുന്നു. കാരണം ആദ്യം ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ മിണ്ടാറില്ലാതെ. കാരണം ഞാൻ ചേട്ടനെ ഇൻ്റർവ്യൂവിൽ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു ചേട്ടൻ ഭയങ്കര സീരിയസ് ആയിരിക്കും, ചേട്ടൻ വിചാരിച്ചു ഞാൻ ഭയങ്കര സീരിയസ് ആയിരിക്കും. പക്ഷേ ഇൻ്റർവ്യൂവിൻ്റെ സമയമായപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായി അത് നമ്മൾ ജസ്റ്റ് മൂവിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ആ പ്രൊഫഷണലിസം കാണിക്കുന്നത്. പക്ഷേ മൂവി കഴിഞ്ഞ് നമ്മൾ ഇൻ്റർവ്യൂവിലേക്ക് എത്തുമ്പോൾ ഭയങ്കര രസമായിരുന്നു. ഒത്തിരി ചിരിച്ചു. ഇന്നലെ ചിരിച്ച് ലാസ്റ്റ് നെഞ്ച് വേദിച്ചു തുടങ്ങി. പക്ഷെ ഭയങ്കര രസമുണ്ടായിരുന്നു. ഒപ്പം ചേട്ടൻ എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കിന് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ നന്ദി പറയുകയാണ്. അതിൽ ഒത്തിരി സന്തോഷം. പിന്നെ എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ടവരായിരുന്നു. ഈ സിനിമ ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തൊരു മൂവിയാണ്. കാരണം ഞങ്ങളുടെ ക്യാരക്ടേഴ്സ് എത്രത്തോളം അതിലടുപ്പമുണ്ടോ അത്രത്തോളം അടുപ്പായിരുന്നു ഞങ്ങൾ ഓഫ് സ്ക്രീനിലും. ഞാനാണെങ്കിലും ആതിര ചേച്ചി, മീര ആൻറ്റി എല്ലാവരും ഒന്നിച്ചായിരുന്നു. ധ്യാൻ ചേട്ടൻ ഇത്തിരി ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ കുറച്ച് ദിവസമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ശ്രേയ ചേച്ചി, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു മൂവിയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മൂവിയിൽ ആകെ ഒരു സോങ്ങേ ഉള്ളൂ. ആ സോങ് ചേച്ചിയെ പാടിയിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടൈപ്പ് മൂവിയാണ്. എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. എന്തായാലും വരണം, കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇന്ന് വേറെ പുതിയ വാച്ചാണ്. കോടി ഉണ്ടാകത്തില്ല. ഇത് ഗുച്ചിയുടെ ഒരു വാച്ചാണ്. ഇത് എനിക്ക് ട്രിവാൻഡ്രത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രിയാൻഡി തന്നൊരു ഗിഫ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല, അത് നിങ്ങൾ കണ്ടുപിടിച്ചോ. അല്ല, ഇപ്പോൾ ഈ ദേവു സ്കൂളിൽ പോകുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ല, പക്ഷെ പരീക്ഷ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് അതിന്റെ ഒരു പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായി? നാളെ എനിക്ക് പരീക്ഷയുണ്ട്. ഞാൻ ഫ്രൈഡേ പരീക്ഷ കഴിഞ്ഞ് സാറ്റർഡേ നമ്മുടെ കല്യാണ മരത്തിൻ്റെ ഇതിന് വന്നത്. 25-ാം തീയതി വരെ എന്നെ കാണാൻ പറ്റില്ല, കാരണം ഞാൻ സ്കൂളിൽ പരീക്ഷയുടെ തിരക്കായിട്ട് നിൽക്കായിരിക്കും. അതറിയത്തില്ലേ? ഇവിടെ ഉള്ള എല്ലാ ചേട്ടന്മാർക്കും അറിയാം. ഇത്രയും നാള് കണ്ടിട്ടു എക്സാം ചെയ്തത് നാളെ. അതും അറിയും ചേട്ടന്മാർക്ക്. പാപ്പു ചേച്ചിയല്ലേ? അതാണ് കാരണം എനിക്ക് എല്ലാ ആഴ്ചയും സെറ്റിൽ ബുക്ക് ഓരോ പുതിയ ബുക്ക് തന്നിടും. അപ്പം എനിക്ക് എൻ്റെ ഷോട്ട് കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും സൈഡിൽ പോയിരുന്ന് വായിക്കും. ലാസ്റ്റ് വായിച്ച് ഒരാഴ്ചക്ക് മുമ്പേ ബുക്ക് തീരും. അതുകൊണ്ട് അച്ഛനമ്മയും പറഞ്ഞിട്ടുണ്ട് ഇത്രയും എമൗണ്ട് ബുക്ക്, ആ ബുക്ക് എടുത്തിട്ട് 7 ആയിട്ട് തിരിക്കും. ഇത്രയും എമൗണ്ട് പേജസ് ഒരു ദിവസം വായിക്കാം. അപ്പോൾ സെറ്റിൻ്റെ സമയത്ത് പിന്നെ പാപ്പുമായിട്ടൊക്കെ ഇത്രയും അടുപ്പമായതുകൊണ്ട് അച്ഛനമ്മയ്ക്കും അത്ര വലിയ പ്രശ്നം വന്നില്ല. കാരണം ഞാൻ ആവശ്യത്തിന് ബുക്ക് വായിക്കുകയും ചെയ്യും. പിന്നെ കൂടുതലും പാപ്പുവിൻ്റെ ഒക്കെ കൂടെ സംസാരിച്ച് കളിച്ച് ഊണോ കളിക്കുമായിരുന്നു. ഊണോ ആയിരുന്നു ഞങ്ങൾ മെയിനായിട്ട് കളിക്കുന്നത്. അപ്പോൾ പിന്നെ കുറേ നേരം നമ്മളിരുന്ന് സംസാരിക്കും.
അങ്ങനെ ഒത്തിരി നല്ല നല്ല നിമിഷങ്ങളുണ്ടായിരുന്നു, ഒത്തിരി നല്ല മെമ്മറീസ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അച്ഛനായിട്ട് ഈ മൂവിയിൽ അഭിനയിച്ചത് മനോജ് അങ്കിളാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് സുമതിവളവിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്കിളിന് ഇന്നലെ വരാൻ പറ്റിയില്ല, അപ്പോൾ അങ്കിളുടെ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരെയും മനോജ് അങ്കിളിനെ നേരത്തെ അറിയായിരുന്നു. ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന കുറേ പേര് സെറ്റിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഈ മൂവി ഭയങ്കര പ്രിയപ്പെട്ടതാണ്. എത്ര ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു? നമുക്ക് എത്ര ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു? നമ്മൾ വേഗം സിനിമ തീർന്നു. അതാണ് ധ്യാൻ ചേട്ടൻ 1 മാസത്തിനുള്ളിൽ കഴിഞ്ഞു. കാരണം ധ്യാൻ ചേട്ടനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത്രയും വേഗം മൂവി തീരുമോ. കാരണം സാധാരണ മൂവികളെക്കാട്ടും നമ്മൾ ഭയങ്കര ലിമിറ്റഡ് ഡേയ്സിലാണ്. എന്നാൽ നമ്മൾ റഷ് ചെയ്തിട്ടല്ല. സാധാരണ നമ്മൾ ഇന്ന ദിവസത്തിനുള്ളിൽ തീർക്കുന്ന പറയുമ്പോൾ നമ്മൾ ഭയങ്കര 6 സീൻ 7 സീൻ ഒരു ദിവസത്തിൽ തീർക്കാം. പക്ഷെ ഈ ഒരു സിനിമയിൽ നമുക്ക് അത്ര നമ്മളെ ടെൻഷൻ ആക്കുകയോ നമ്മളെ റഷ് ചെയ്യിപ്പിക്കില്ല. കാരണം നമ്മുടെ പ്രൊഡ്യൂസറുകൾ തന്നെ വന്നിട്ട് ഭയങ്കര സന്തോഷമായിട്ട് നമ്മുടെ കൂടെ കളിച്ച് ചിരിച്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ വേഗം തീർക്കാനും പറ്റി. അപ്പം അതിൻ്റെ കുഞ്ഞ് സങ്കടമുണ്ട്. കാരണം ഇത്തിരി ദിവസം എല്ലാവർക്കും ഒന്നിച്ച് കിട്ടിയുള്ളൂ. പക്ഷേ ഇപ്പം പ്രൊമോഷനായിട്ട് നിൽക്കുമ്പോൾ എല്ലാവരെയും പിന്നെയും കാണാൻ പറ്റുന്നു. അതിൽ സന്തോഷം. ഈ ഡ്രസ്സ് ആരാണ് ചെയ്തിരിക്കുന്നത്? ഈ ഡ്രസ്സ് എനിക്ക് മയൂക ബ്രൈഡൽ ബൊട്ടീക്കാണ്, ഐശ്വര്യ ചേച്ചിയാണ്. എന്നെ കുറേ ഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ പ്രസ് മീറ്റ് ഇട്ട് ആ ഒരു പാൻറ്റും കോട്ടും ഐശ്വര്യ ചേച്ചിയാണ് ചെയ്തത്. പിന്നെ എനിക്ക് ഇന്നലത്തെ ഒരു ഇൻ്റർവ്യൂവിന് ചെയ്തു തന്നത് ദുൽഹൻ ആണ്. അപ്പോൾ ഇപ്പം എനിക്ക് കുറേ ഡ്രസ്സ് ചെയ്ത് തരാറുണ്ട്. ഒപ്പം എനിക്ക് എൻ്റെ പാവാടയും ബ്ലൗസൊക്കെ ബ്ലൂബെറി ബൊട്ടീക്കാണ് അയച്ചു തരുന്നത്. പിന്നെ ഇന്നലെ നമ്മൾ ട്രെയിലർ ലോഞ്ചിലിട്ടത് കലിക എന്ന് പറഞ്ഞ ബൊട്ടീക്കാണ് ചെയ്തത്. അപ്പം എല്ലാവരും മാറി മാറിയാണ് ചെയ്യുന്നത്. പക്ഷെ ആകെ മാറാത്തത് എൻ്റെ പ്രിയപ്പെട്ട ഫോട്ടോഗ്രാഫർ വീഡിയോ ചേട്ടന്മാരാണ്. ഇവിടെ ഫോട്ടോഗ്രാഫർ ചേട്ടനുണ്ട്. അതെ, ചേട്ടന്മാർ മാത്രമാണ് അങ്ങനെ മാറാത്തതുള്ളത്. കാരണം ചേട്ടന്മാർ നിങ്ങളെ പോലെ തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ചേട്ടന്മാർ എൻ്റെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഉണ്ടാവും. എൻ്റെ ബർത്ത്ഡേക്ക് വന്ന് എല്ലാവർക്കും അറിയാം. എൻ്റെ ബർത്ത്ഡേ കവർ ചെയ്യാനുണ്ടായിരുന്നു. എൻ്റെ മേക്കപ്പ് ചെയ്യുന്ന ചേച്ചിയും നമ്മൾ അങ്ങനെ മാറാറില്ല. കാരണം ശ്രുതി ചേച്ചിയാണ്. എലോറ എന്ന് പറഞ്ഞൊരു ചേച്ചിക്ക് ഒരു സലൂണുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നല്ലോ. ഇനാഗ്രേഷന് ചേട്ടന്മാർ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാം എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ടവരാണ് ഇവരെല്ലാവരും. എൻ്റെ ജീവിതത്തിലെ ഓരോ നല്ല നല്ല നിമിഷത്തിലും എൻ്റെ കൂടെ ഉള്ളവരാണ്. അപ്പോൾ ഇവരെ എല്ലാ ദിവസവും ഇപ്പം എനിക്ക് മിക്ക ദിവസവും കാണാൻ പറ്റും. കാരണം പരിപാടിക്ക് പോകുമ്പോഴൊക്കെ എത്ര ദൂരെയാണെങ്കിലും നിങ്ങളെപ്പോലെ തന്നെ ഓടിയെത്തുന്ന ചേട്ടന്മാരാണ്. ഈ ഇതിലേ ഇപ്പൊ കോട്ടിന്റെ ടൈ ഉള്ള ഒരു ടൈപ്പ് സാധനം ഇത് എല്ലാം എപ്പോഴും എനിക്കിഷ്ടം എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾക്കാണ് കൂടുതലും മോഡേൺ വെസ്റ്റേൺ വെയർ എനിക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ട്രഡീഷണൽസിലും എക്സ്പെരിമെൻറ്റ് ചെയ്യാറുണ്ട്. കാരണം എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ട്രഡീഷണൽസിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ബ്ലൂബെറി ബൊട്ടീക്ക് എനിക്ക് ചെയ്ത് തുടങ്ങിയതോടെയാണ്. കാരണം ഞാൻ നിലാരതി കാണാൻ പോയപ്പോഴാണെങ്കിലും ചോറ്റാനിക്കര മകത്തിനാണെങ്കിലും എല്ലാം നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് സ്ലീവും നെക്കും എല്ലാം ട്രൈ ചെയ്യാറുണ്ട്. ഇതാണെങ്കിലും നമ്മൾ ഇപ്പോൾ ഒരു കൊറിയൻ ഡ്രസ്സായിരുന്നു ഇൻസ്പോ, അങ്ങനെ ചെയ്ത് നോക്കി. പിന്നെ നമ്മൾ ഫോർമൽസ് ചെയ്ത് നോക്കാറുണ്ട്. ഇന്നലെ ട്രെയിലർ ലോഞ്ചിന് ഡ്രസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ഡ്രസ്സിൽ പൂക്കളായിരുന്നു. അപ്പോൾ കല്യാണ മരത്തിൻ്റെ തീമായിട്ട് മാച്ച് ചെയ്യാനാണ് നമ്മൾ ആ പൂക്കളുള്ള ഡ്രസ്സ് എടുത്തത്. യൂഷ്വലി അവരെല്ലാവരും നമ്മുടെ കൂടെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ റെഡിയാണ്. കാരണം ഏത് ഡിസൈൻ പറഞ്ഞാലും അതും കുറേ ഡിസൈൻസ് അവരെല്ലാവരും പറഞ്ഞു തരും. അപ്പോൾ ഒത്തിരി നമ്മുടെ ചൂസ് ചെയ്തിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അവരെല്ലാവരും എൻ്റെ ഓരോ സിനിമയ്ക്കാണെങ്കിലും ഓരോ പ്രൊമോഷനും ഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതിൽ അതെ 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 ഓസ്ട്രേലിയയിൽ പോയിട്ട് 10 ദിവസം കിട്ടിയില്ല. ഓസ്ട്രേലിയയിൽ പോയിട്ട് അടുത്ത ഇങ്ങോട്ട് നമ്മൾ ഓസ്ട്രേലിയ തന്നെ പോകുന്നുണ്ട്. കാരണം ഞാൻ സർഗവിസ്മയം സീസൺ 1 ആയിട്ട് ഒരു 2 വർഷം മുമ്പ് സിഡ്നി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോയത് സർഗവിസ്മയം സീസൺ 2-നാണ്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ സീസൺ 2 നമ്മൾ സിഡ്നിയിൽ നിന്ന് കുറച്ച് ദൂരമുള്ള കുറച്ച് സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. ഒപ്പം സീസൺ 3യും നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. കാരണം ഇപ്രാവശ്യം പോയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഫാൻറ്റസി ഡ്രാമ ചെയ്തു. ഒപ്പം ഡാൻസ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. എനിക്ക് അവിടുത്തെ ഒരു ഡാൻസ് സ്കൂളായിട്ട് കൊളാബ് ചെയ്ത് അവിടുത്തെ സ്റ്റുഡൻസായിട്ട് ചെയ്യാൻ പറ്റി. ഒത്തിരി നല്ല നല്ല ആൾക്കാരെ കാണാൻ പറ്റി. പിന്നെ ആ ഷോയിൻ്റെ ടെൻഷനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഹെക്ടിക്നെസ്സും കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്ഥലം കാണാൻ പോയി. കുറേ പേര് സ്ട്രോബെറി പിക്കിങ്ങിന് പോയ ഫോട്ടോസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ആ സമയത്ത് മിസ് ചെയ്തു. കാരണം സാധാരണ അടുത്ത പ്രാവശ്യം കൊണ്ടുപോകാൻ ആണോ കൊള്ളാം. നമുക്ക് സിഡ്നി നമുക്ക് പോയി കാങ്കരൂനെ കോവാലേനൊക്കെ കാണാം. എന്താ
എന്താ പറഞ്ഞേ? ഇനി എന്തോ സംശയം അല്ലല്ല ഇത് ഇപ്പൊ ഈ ജിമ്മിന്റെ ഉദ്ഘാടനത്തിനെ പറ്റി ഇപ്പൊ വീഡിയോ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ചെറിയ കുട്ടീനെ കൊണ്ട് ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യിച്ചതിനൊക്കെ ചോദ്യങ്ങളൊക്കെ വരാം. ചിലപ്പോ കേസ് വരെ ആവാം. അല്ല, അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം ഞാൻ അത്യാവശ്യം നീന്താൻ പോകുമ്പോൾ ഞാൻ ഇതേ ഒരുമിച്ച് നീന്താൻ പോകണം. ഞാൻ അത്യാവശ്യം ജിമ്മിൽ പോകുമ്പോൾ എൻ്റെ ഒപ്പം ദൈവം വരുന്ന ആളാണ്. അപ്പോൾ അതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന ആൾക്ക് ഇന്നത്, ഇന്ന ആൾക്ക് ഇന്നതൊന്നുമില്ല. എനിക്ക് എന്നെക്കാട്ടും ഇളയ ബോഡി ബിൽഡേഴ്സ് ഉണ്ട്, എന്നെക്കാട്ടും ചെറിയ ആൾക്കാർ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുമ്പോൾ അവരെല്ലാവരും കഷ്ടപ്പെട്ട് എന്ത് നന്നായിട്ട് ബോഡി ബിൽഡിംഗ്. പിന്നെ ഒരു കാര്യം കൂടി ദൈവം പറഞ്ഞു കേട്ടായിരുന്നു. ദൈവനോട് ആ പ്രോഗ്രാം ചോദിച്ചപ്പോൾ തന്നെ ഞാൻ ചോദിച്ചായിരുന്നു, ഇതൊരു ജിമ്മിൻ്റെ ഇനാഗ്രേഷനാണ്. കാരണം എനിക്ക് തോന്നുന്നു ദൈവം ഒരു 500 മുകളിൽ പ്രോഗ്രാം പല പ്രോഗ്രാമായിട്ടും പങ്കെടുത്തിട്ടുണ്ടാവും. പക്ഷെ ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ ദൈവനോട് ചോദിച്ചു. അപ്പോൾ ദൈവം അവരോട് തന്നെ നേരെ ചോദിച്ചതാണ് ഞാനിങ്ങനെ വരണമെന്ന്. പക്ഷെ അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ അമ്മയ്ക്കും വൈഫിനും എല്ലാവർക്കും മോള് വരണമെന്നാണ് ആഗ്രഹം. അപ്പം അതുകൊണ്ടാണ് നാളെ ദൈവന് എക്സാം ഉണ്ടായിട്ട് പോലും ഇന്ന് ഈ പ്രോഗ്രാം. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഞങ്ങൾ ഇറങ്ങുക, ദൈവന് നാളെ എക്സാം ഉണ്ട്. നല്ല വിദ്യാഭ്യാസത്തോടും സിനിമയ്ക്കും എക്സാമിനും എല്ലാം ഫുൾ എ പ്ലസ് പഠിക്കണം. സിനിമ എ പ്ലസ് പഠിക്കണം. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ഫുൾ എ പ്ലസ് അല്ലേ പഠിക്കാൻ? നമുക്ക് A+ അല്ല, നമുക്ക് ഗ്രേഡ് കിട്ടും. ഫൈനൽ എക്സാം നമുക്ക് A1 A2 B1 B2. ഞങ്ങള് പഴയ അല്ല, ഓരോ സ്കൂൾ അനുസരിച്ച് ഗ്രേഡിംഗ് സിസ്റ്റം മാറും. കാരണം ചില സ്കൂളിൽ A+ ഉണ്ട്, ചില സ്കൂളിൽ ഗ്രേഡ് കൊടുക്കും. ഞങ്ങൾക്ക് ആദ്യത്തെ 3 എക്സാംസിനൊക്കെ നമുക്ക് മാർക്ക് തരും. പക്ഷേ ഈ എക്സാം ഒരു കാര്യം ചെയ്യാം. ഈ പ്രാവശ്യത്തെ ഓപ്പൺ ഹൗസിന്റെ ഡേറ്റ് ഇൻസ്റ്റയിൽ ഇടാം. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ മറ്റേ മാർക്കായിട്ട് വരുന്നത്. അപ്പൊ എല്ലാവരുടെയും സംശയങ്ങൾ മാറും. അതാണ് നല്ലത്. റിസൾട്ട് വരുന്ന ദിവസം പറഞ്ഞാൽ മതി. ഓക്കെ, പോട്ടെ. അപ്പൊ നമുക്ക് മാർച്ച് 27 കാണാം. എല്ലാവരും ഉണ്ടാകണം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു, ബൈ.